ഹായ്. ഹായ്. സിന്ധു ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ വരുമെന്ന് സേതു സാറ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇങ്ങ് വന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണെന്ന് സാറ് പ്രത്യേകം പറഞ്ഞിരിക്കുക. നമുക്ക് അവിടെ പോവാം. ഇതാണ് സിന്ധു, ഇവിടുത്തെ ഹൗസ് കീപ്പറാ. സച്ചിമോന് സുഖാണോ? സുഖാച്ചി. എത്ര വർഷമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. ഇവിടുന്ന് പോകുമ്പോഴുള്ള എല്ലാവരുടെ മുഖം മനസ്സില്. മോന്റെ വിവാഹത്തിന് വരണമെന്ന് കരുതിയിട്ട് വരാൻ പറ്റിയില്ല. അമ്മ ആശുപത്രിയിലായി പോയി. സന്ദീപ് മോനാണോ? മോൻ വളർന്ന് കല്യാണപ്രായം ആയല്ലോ. സ്നേഹമോളോ? ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ പോയതെന്ന്. ഇവിടുന്ന് പോകുമ്പോ ദേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും. ആ മോന്റെ ഭാര്യയാണോ ഇത്? ആ അതെ. മോളുടെ പേരെന്താ? അർച്ചന. നല്ല ഐശ്വര്യമുള്ള മോള്. ഇവരൊക്കെ? ഞാൻ ആവിണി, 5 ബിയിൽ പഠിക്കുന്നു. ഇനി 6 ബിയിലേക്ക്. ആണോ? ആ മതി മതി, ബാക്കിയുള്ളവരൊക്കെ സിന്ധു സാവധാനം പരിചയപ്പെട്ടാ മതി. എന്നാ ഇനി നിന്ന് താമസിക്കണ്ട, എല്ലാരും വന്നാട്ടെ. പെട്ടിയൊക്കെ ഞാൻ എടുപ്പിച്ചോളാം. വരൂ. എല്ലാവർക്കും താമസിക്കാനുള്ള മുറിയുണ്ട്. ആ റൂമെല്ലാം ഞാൻ കാണിച്ചു തരാം. എല്ലാരും വാ. സിന്ധേച്ചി വാ. എന്റെ റൂം ഏതാ സിന്ധു? നീ എന്താടി നോക്കുന്നത്? നല്ല അഭിനയായിരുന്നു. എല്ലാവരുടെയും ഫോട്ടോസും ഡീറ്റെയിൽസും നിനക്ക് അയച്ചു തന്നല്ലേ? ഹോ, എന്നിട്ട് ഇവിടുന്ന് പോയപ്പോഴുള്ള മുഖമാണ് പോലും. അർച്ചനയുടെ മുഖത്ത് ഐശ്വര്യം പോലും. അത് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടതാ, ആദ്യത്തെ കാഴ്ച തന്നെ വിശ്വസിപ്പിച്ചെടുക്കാൻ. അതൊക്കെ ഓക്കെ. ഞാൻ പറഞ്ഞൊക്കെ ഓക്കെ അല്ലേ? പിന്നല്ലാതെ. വരൂ മാഡം. ഇതാണ് നമ്മുടെ മുറി. എങ്ങനുണ്ട്? തനിക്കിഷ്ടായോ? ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ സച്ചേട്ടാ. രണ്ടുപേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന മുറികളാ എന്റെ വീട്ടിലുണ്ടായിരുന്നത്. ഒരു വലിയ വീടിന്റെ മുറിയൊക്കെ കാണുന്നത് സച്ചേന്റെ കൂടെ വന്നതിന് ശേഷം. എന്നോട് ഈ മുറി ഇഷ്ടായോന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? പണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതായിരുന്നു. എന്ത്? വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, എന്നിട്ട് എല്ലാ സൗകര്യങ്ങളും അവക്ക് കൊടുക്കുക. അതാവുമ്പോ നമ്മൾ ചെയ്യുന്നതൊക്കെ അവക്ക് സർപ്രൈസ് ആയിരിക്കും. അതൊക്കെ ശരി. ആദ്യ രാത്രിയിൽ എനിക്ക് കിട്ടിയ സർപ്രൈസ് പോലെ ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുതെന്നേ ഉള്ളൂ. അതിന് ശരിക്കും നമ്മുടെ ആദ്യ രാത്രി ഇന്നാടോ? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സച്ചിദാനന്ദന്റെയും അർച്ചനയുടെയും ശാന്തി മുഹൂർത്തം ഇന്നാ. ഈ റൂമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്റെ ടീനേജൊക്കെ ഈ വീട്ടിലും ഈ മുറിയിലുമായിരുന്നു. ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ആ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഈ മുറി കടന്ന് ഒരുപാട് കരഞ്ഞു.
ഇങ്ങനെ തന്നെയും കൊണ്ടൊരു തിരിച്ചുവരവനാണ് അന്ന് ഇവിടം വിട്ട് പോയെന്ന് അറിയില്ലായിരുന്നല്ലോ. ആ, എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ ദാസ? ശരിയാ വിജയ. ആ, ലഗേജ് എത്തിയില്ലല്ലോ. താനിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആവണി വന്ന ഉടനെ കയറി കിടക്കാതെ പോയി കുളിച്ചേ. ചെല്ല്. ആദ്യം അമ്മ കുളിക്ക്, ഞാൻ പിന്നെ കുളിച്ചോളാം. നമ്മളിവിടെ എത്ര ദിവസം കാണാം അമ്മേ? ആ, ആർക്കറിയാം. അയ്യോ, ആതിര എങ്ങോട്ട് പോയി? ആതിര എന്റെ സ്നേഹ എന്റെ റൂമിൽ നിക്ക. ആവണി മോളെ, റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. എന്തൊരു തണുപ്പാ, ഇതിനകത്ത് കയറി കിടന്ന നല്ല സുഖ. ആന്റി വാ, നമുക്കിവിടെ പൊതുപ്പിന്റെ അടിയിൽ കിടക്കാം. എന്തേ നോക്കട്ടെ. ഏ, ആവണി മോള് കിടന്നോ? ആന്റിക്ക് വേറെ റൂമുണ്ട്, അവിടെ നോക്കാം. അവിടെയും തണുപ്പുണ്ടോ? പിന്നെ ഈ സ്ഥലം തണുപ്പുള്ള സ്ഥലമല്ലേ, അപ്പൊ എല്ലായിടത്തും തണുപ്പുണ്ടായിരിക്കും. ഇവിടെ ഫാനും വേണ്ട, എസിയും വേണ്ട. ഹോ, എന്നും ഇവിടെ തന്നെ താമസിച്ചാ മതിയായിരുന്നു. അമ്മേ, അച്ഛനെ വിളിച്ചു പറ എല്ലാവർക്കും ഇവിടെ താമസിക്കാന്ന്. അല്ലേ? അച്ഛനോടും അച്ഛമ്മയോടും എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറ. ആന്റിക്കറിയോ അവിടെ എന്ത് ചൂടാന്ന്? അയ്യോ, ഫാൻ ഇടാതെ ഉറങ്ങാൻ പറ്റില്ല. ആ കേടായ ഫാനിന്റെ ഒച്ച കേട്ട് കേട്ട് മടുത്ത്. സത്യം പറയാലോ, ഇപ്പൊ ആ ഫാനിന്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റില്ലെന്നായി. എന്നാ അമ്മ അച്ഛനോട് പറയ് ആ ഫാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നീ കളിയാക്കണ്ടോ. 2 ദിവസം കഴിഞ്ഞ ആ ഫാനിന്റെ ചോട്ടിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. അല്ലാതെ നീ പറയുന്ന പോലെ എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല. ആദ്രേണ്ടി പ്ലീസ് എന്നെ അതൊന്ന് ഓർമ്മിപ്പിച്ച എന്നെ മൂഡ് കളയല്ലേ. സ്നേഹാന്റിയുടെ ഒപ്പം നെല്ലിശ്ശേരിയിലേക്ക് പോയാലെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിനെന്താ ഇത്ര ആലോചിക്കാൻ? ആലോചിക്കണ്ടേ? ആവണി മോൾക്ക് എപ്പോ വേണേലും വരാലോ, അവിടെ നിന്ന് പഠിക്കാം. ഞാൻ പോട്ടെ അമ്മേ. അതൊന്നും എന്നോടല്ല, നിന്റെ അച്ഛനോട് പോയി ചോദിക്കും. അച്ഛൻ സമ്മതിച്ച നീ എവിടെ വേണേലും പൊയ്ക്കും. സ്നേഹാന്റി, അപ്പൊ അത് ക്യാൻസൽ. അതൊരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ആവണി മോളില്ലാതെ വൃന്ദാവനം വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മുറിയിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് എടുത്താൽ തലക്കിട്ട് കൊട്ടാനല്ലേ? എനിക്കറിയാം. മോക്ക് എത്ര ലിപ്സ്റ്റിക് വേണം? ആനിയുടെ കയ്യിലുണ്ടല്ലോ. സത്യം? അതെ. അയ്യോ, ഇപ്പൊ വേണോ? വേണേല് ആന്റിയുടെ കൂടെ വാ. അമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. ഇനി അതും അച്ഛനോട് ചോദിക്കണോ? നീ പോയിട്ട് വാ, വേഗം ഇങ്ങോട്ട് വന്നാ മതി. ആന്റി വാ. ഡേ, നീ ഇപ്പൊ കുളിക്കുന്നില്ലേ? ഏടത്തെ ആദ്യം കുളിക്കേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പോ സന്ദീപിന്റെ പുറകെ ഞാൻ നടക്കണം, ആതിര അവന്റെ പുറകെ നടക്കുന്നുണ്ടോന്ന് നോക്കണം. വല്ലാത്ത തൊലവിധി തന്നെ. നീ എത്രയൊക്കെ നോക്കി നടന്നാലും അവര് തമ്മിൽ കാണണമെന്ന് വെച്ചാ കാണും. അതിനി നിന്നെ കൊണ്ട് തടയാനൊന്നും ആവില്ല. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിട്ടേരെ. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ആലോചിക്കേ. അങ്ങനെ അവരെ അവരുടെ വഴിക്ക് വിടാൻ പറ്റുമോ ചേച്ചി? എടി, ഇന്നൊരു രാത്രി കൂടിയേ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. നാളെ ഈ സമയത്ത് നമ്മളെല്ലാരും നെല്ലിശ്ശേരി വീട്ടിലാ, അകാലത്തിൽ പൊലിഞ്ഞുപോയ അർച്ചനയുടെ ശവശരീരത്തിനടുത്ത്. അവളൊഴിവായ പിന്നെ ആതിരയില്ല, വൃന്ദാവനം വീടുമില്ല. ആതിരയുടെ കയ്യിൽ നിന്ന് സ്നേഹത്തോടെ ഒരിക്കലും സന്ദീപിനെ കിട്ടില്ല. അപ്പോ കിട്ടാത്ത കാരണം എന്താണോ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അതിനാ നമ്മൾ ഇവിടേക്ക് വന്നതും നാളെ ചെയ്യാൻ പോകുന്നതും. ഈ ഒരു സ്ഥലത്ത് ചേച്ചി തീരുമാനിച്ചതൊക്കെ നടക്കൂ? ഇതുപോലൊരു വീട്ടില് അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും?
നെല്ലിശ്ശേരിയേക്കാൾ എളുപ്പം എവിടെ? ഈ വീട്ടിലേക്ക് ഇനി ഒരിക്കലും ആരും വരരുത്. അർച്ചനയുടെ മരണത്തോടെ ഇതൊരു ശാപം നിറഞ്ഞ വീടാണെന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കണം. അവസാനം സേതുമാധവൻ ഈ വീട് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കണം. അതെന്റെ ബിനാമിയായ ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കണം. നമുക്ക് എന്തിനാ ചേച്ചി ഈ വീട്, അതും ഇത്രയും ദൂരെ? എല്ലാത്തിനെയും കൊന്ന് നെല്ലിശ്ശേരി ഇടിച്ചു പൊളിച്ച് സ്വത്ത് മുഴുവൻ കൈക്കലാക്കി ഇവിടെ വന്ന് താമസിക്കണം. അർച്ചന എന്ന് പറയുന്നവൾ അവസാനം ഉറക്കമുറങ്ങുന്ന ആ മുറിയിൽ നിന്ന് എനിക്ക് ഉറക്ക ചിരിക്കണം. അതിവിടെ വന്നു കയറിയപ്പോ മുതൽ എന്റെ മനസ്സിൽ തോന്നിയൊരു മോഹം. അവളെ ഇങ്ങനെ തീർക്കാനാ ചേച്ചി ഉദ്ദേശിക്കുന്നത്? തീർക്കുന്നത് ഞാനല്ല, എന്റെ ആൾക്കാരാ. അത്ര പെട്ടെന്ന് കൊല്ലരുതെന്നും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾക്ക് ഈ ആയുസെത്താത്ത മരണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ അവന്തികയാണെന്ന് അവളെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതറിയുമ്പോ മരണക്കിടക്കയിൽ കിടന്ന് അവൾ ഞെട്ടുന്നത് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആ പോട്ടെ. സത്യം പറഞ്ഞ അർച്ചനെ വകവരുത്താൻ ദാ എന്റെ ഈ കൈ മതി. അവളുടെ കൊരവള്ളിയിലൊന്ന് അമർത്തിയാ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് വേണ്ട. എനിക്ക് കൊല്ലാനുള്ള ആളുകൾ വേറെയാ. നെല്ലിശ്ശേരി സേതുമാധവൻ മുതൽ സ്നേഹ വരെ നീളുന്ന വലിയൊരു പട്ടികയുണ്ട് മനസ്സിൽ. അർച്ചന പുറത്തുനിന്നുള്ളവളാ, ദയാനന്ദ മാഷിന്റെ മോളാ. ആ ചോര എന്റെ കയ്യിൽ പുരളണ്ട. സേതുമാധവൻ മുതൽ സ്നേഹം വരെ എന്ന് പറയുമ്പോ അതില് സന്ദീപം വരില്ലേ? വരാം, വരാതിരിക്കാം. അതവന്റെ വിധി പോലെ. നിന്നോട് അപ്പോഴും ഇതേ മനോഭാവമാണ് അവനെങ്കിൽ പിന്നെന്തിനാ അവൻ? കൺമുന്നിലുള്ളതിനോട് നമുക്കെപ്പോഴും ഇഷ്ടം തോന്നും, വേണമെന്ന് തോന്നും. കാണും തോറും ആ ഇഷ്ടം കൂടിക്കൂടി വരും. നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞ ഒരാളെ നമുക്ക് മറക്കാൻ അധികം സമയമൊന്നും വേണ്ട. കുറച്ചു ദിവസം ആ ഓർമ്മകളിൽ ജീവിക്കും. അത് കഴിഞ്ഞാൽ അതിലൊന്നും കാര്യമില്ലെന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും. അപ്പോ ഞാൻ തടഞ്ഞാലും സന്ദീപിനെ ചേച്ചി കൊല്ലും, ഉറപ്പായും കൊല്ലും. അതിനെ തടയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അവൻ നിന്റെ കഴുത്തിൽ കെട്ടുന്ന താലിമാല. ഞാൻ വാളെടുക്കുന്നതിന് മുമ്പേ അത് നടന്നില്ലെങ്കിൽ ആര് തടഞ്ഞാലും അത് സംഭവിക്കും. ഇനി അവൻ നിന്നെ വിവാഹം കഴിച്ച നിന്റെ നെറ്റിയിലെ സിന്ദൂരം ചേച്ചി കാരണമായില്ല. അതാണ് വാക്ക്. അവിടുത്തെ മറ്റൊരുത്തരോടും ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സേതുമാധവനോട് പ്രത്യേകിച്ചും. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ കൊല സേതുമാധവന്റെ. അതിനു മുമ്പേ അല്ല, മോളെന്താ ഇവിടെ? ഞാൻ വെറുതെ. മോളെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനൊരു സിനിമയുടെ കഥ പറഞ്ഞു വരുമായിരുന്നു. ഏത് സിനിമ? കിരീടം. അതില് സേതുമാധവനെ കൊന്നില്ലേ? ആ കഥ എനിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. അതിന് സേതുമാധവനെ കൊല്ലുന്നത് കിരീടത്തിലല്ലോ, ചെങ്കോലിലല്ലേ? ഓ ശരിയാണല്ലോ, പെട്ടെന്നേ അത് ഓർത്തില്ല. അത് ചെങ്കോല്ല കേട്ടോ, എനക്ക് കിരീടത്തിലല്ല. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവന്തിക എന്റെ ശബ്ദം കേട്ടിട്ട്. ഓഹോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാളുടെ മുറി കയറി വരുമ്പോ വിളിച്ചിട്ട് വരാവൂന്ന്? അനക്കേ, നീ എന്തിനാ ആവണി മോളെ വഴക്ക് പറയുന്നേ? മോള് പൊയ്ക്കോ. നീ നിന്നെ. നിന്റെ തള്ള എവിടെ? ആര്? തള്ളയോ? നിന്റെ അമ്മ എവിടെയെന്ന്? മുറിയിലുണ്ട്. നിന്നെ ഞാൻ കൊണ്ടുവന്ന് വിടാം. നിന്നെ അവിടെ അടക്കിയിരുത്താൻ കൂടി എനിക്ക് അവരോട് പറയണം. നടക്ക്, നടക്കാൻ.
സന്ദീപിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ എന്താ ഒരു വഴി? അങ്ങോട്ട് പോയി കാണാമെന്ന് വിചാരിച്ചാൽ മീരയെടുത്ത് ഈ ആവണിയൊക്കെ അവിടെ കാണും. അതുമല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും കണ്ടാലോ? ആദരെ, ആവണി പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഈ പെണ്ണ് ഇതെവിടെ പോയി? പെണ്ണെ, നിന്നോട് ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? എന്താ ഏട്ടത്തി? അത് കേൾക്കാതിരിക്കാൻ മാത്രം എന്താ നിനക്ക് ഇത്ര ആലോചന? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്തത് വല്ലതുമാണ് ചിന്തിച്ച് കൂട്ടുന്നതെങ്കിൽ അത് ഇപ്പോഴേ നിർത്തിക്കോ. എന്റെ ഉറപ്പിന്മേലാ അനുപേട്ട് നിന്നെ വിട്ടിരിക്കുന്നത്. അവസാനം എന്നെ കൂടി പറയിപ്പിക്കരുത്. എന്റെ പൊന്നേട്ടത്തി, വീട്ടിൽ നിന്നിറങ്ങിയത് എത്രാമത്തെ പ്രാവശ്യം ഏട്ടത്തി എന്നോട് ഇത് പറയുന്നെന്നറിയോ? ഇതിങ്ങനെ അലാറം പോലെ സമയാസമയം പറയണ്ട, എനിക്കറിയാം. ഓർമ്മയുണ്ടായാ മതി. ആ അവന്തികയെ അനഘയൊക്കെ ഉള്ളതാ. ചെറിയ എന്തെങ്കിലും മതി അതിനെ പെരുപ്പിച്ച് വലുതാക്കാൻ. പിന്നെ നാണക്കേടാവും. അതാ ഞാൻ ഇങ്ങനെ മെനക്കെട്ട് നിന്റെ പുറകെ നടന്ന് പറയുന്നത്. അതിനിവിടൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ മറക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം ഏട്ടത്തി കൂടെ കൂടെ ഓർമ്മിപ്പിക്കണ്ട. ആ ശരി, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. ആ അതാ നല്ലത്. ആവണി പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അവളാ സ്നേഹയുടെ മുറി കാണും. മേക്കപ്പ് സാധനങ്ങൾ കണ്ടാ അവക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ, അവളിങ്ങ് വന്നോളും. ഈ പെണ്ണിന് ഇത്ര കൊച്ചിലെ മേക്കപ്പ് സാധനങ്ങളോട് ഇത്ര കമ്പം വന്നാ എങ്ങനെയാണാവോ? ഈ കൊച്ചിന്റെ ഒരു കാര്യം. ഈ കൊച്ചിന് അനൂപേട്ടന്റെ പൈസ കുറെ മേക്കപ്പ് സാധനങ്ങൾക്കേ ചെലവാവും. ഓ പിന്നെ ഒരു നല്ല പൗഡർ പോലും ആ വീട്ടിലില്ല. അപ്പോഴല്ലേ മേക്കപ്പ്. ആ ഒരു കാര്യം ചെയ്താലോ? എന്ത്? ഞാൻ പോയി ആവണി വിളിച്ചോണ്ട് വരാം. ആ അവളിങ്ങ് വന്നോളും. ഇനി നീ തിരക്കി പോവൊന്നും വേണ്ട. അതല്ല ഏട്ടത്തി, സ്നേഹ അവളോടുള്ള ഇഷ്ടം കൊണ്ടാ വിളിച്ചോണ്ട് പോയത്. ഏട്ടത്തി പറഞ്ഞ പോലെ മേക്കപ്പ് സാധനങ്ങൾ കണ്ടാ അവക്ക് ഭ്രാന്ത് പിടിക്കും. അത് ചിലപ്പോ സ്നേഹയ്ക്ക് ഇഷ്ടാവില്ല. എന്തിനാ നമ്മളായിട്ട് വെറുതെ സ്നേഹം വരപ്പിക്കുന്നെ? ആകെ ആ വീട്ടിൽ സ്നേഹമുള്ളത് അവക്ക് മാത്രമാ. ഇനി അതുകൂടി നമ്മളായിട്ട് നഷ്ടപ്പെടുത്തണ്ട. അവിടെ ഞാൻ വിളിച്ചോണ്ട് വരാവേ. അതാ വരുന്നു. ആതിരയുടെ മുറിയിൽ മീരയെടുത്ത് കാണും. എങ്ങനെ ഒന്ന് കണ്ട് സംസാരിക്കും? അവളൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ മതിയായിരുന്നു. സന്ദീപ് ഇവിടെ ഉണ്ടോ? അതോ ഇനി പുറത്തേക്ക് പോയോ? എന്തായാലും തട്ടി നോക്കാം. അയ്യോ, എന്താ എടുത്തി? എന്ത്? അല്ല, എടുത്തി കഥകിൽ മുട്ടിയായിരുന്നു? ഇല്ലല്ലോ, ചിലപ്പോ അനക്കായിരിക്കും. അവള് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു.
അനക്കയായിരിക്കും. കുരിശായല്ലോ ഈശ്വര, ഞാൻ തുറക്കില്ല. പോയി കാണോ? ഇനി ഇതിനകത്തിരുന്ന അനക്ക ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യും. ചിലപ്പോൾ എന്നെ കാണാതെ ആതിരയും നോക്കി നടക്കുന്നുണ്ടാവും.